നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ, ശബരിമല വിഷയം അയ്യപ്പനെ മൊത്തത്തിൽ അടിച്ചു മാറ്റിയോ എന്നൊരു സംശയത്തിലാണ് ഒരുപക്ഷെ വിശ്വാസികൾ നിൽക്കുന്നത്. ഇനി അയ്യപ്പൻ ഒറിജിനലാണോ അവിടെ ഇരിക്കുന്നത്? അയ്യപ്പൻ്റെ രൂപം മീൻസ് അയ്യപ്പൻ്റെ ഒരു ശക്തി അവിടെ കാണും, പക്ഷെ രൂപം ഇനി ഒറിജിനൽ ആണോ എന്നുള്ളതാണ് വിശ്വാസികളുടെ ഒരു ചോദ്യം. കാരണം സ്വർണ്ണപ്പാളികൾ മാത്രമല്ല, അവിടുന്ന് പലതും ഇത്തരത്തിൽ മോഷണം പോയിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ. വിജയ് മല്യ കൊടുത്ത 30 കിലോ സ്വർണം ഇപ്പോൾ ചെമ്പായി മാറിയിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന പല ആൾക്കാരും അല്ലെ തന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അത് സ്വർണം തന്നെയായിരുന്നു. സ്വർണം പൂശിയിട്ടുള്ള പല കാര്യങ്ങളും ഇതുവരെ അതിന് യാതൊരുവിധ പ്രശ്നവും വന്നിട്ടില്ല. പക്ഷേ വെറും 1 വർഷം 2 വർഷമൊക്കെ ആകുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ആ സ്വർണ്ണപ്പാളിക്ക് സംഭവിച്ചതെന്ത്? ഇത് വളരെയധികം ദുരൂഹതയിലേക്ക് പോവുകയാണ്. ജയറാമിൻ്റെ വീട്ടിൽ വരെ സ്വർണ്ണപ്പാളി എത്തിയിരിക്കുന്നു. നമ്മൾ കണ്ടത് ശബരിമലയിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം നടന്ന വാർത്തയും അതിൻ്റെ ചിത്രങ്ങളുമാണ്. പക്ഷേ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോൾ ആഗോള അയ്യപ്പ കൊള്ള നടന്നതിൻ്റെ വാർത്തകളാണ് പുറത്തു വരുന്നത്. നമ്മൾ ആദ്യം കരുതിയത് ഒരു സാധു ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കുറച്ച് ചെമ്പ് തകിടുകളുമൊക്കെയായി കടന്നു കളഞ്ഞു എന്നാണ്. ഇപ്പോൾ അതിൻ്റെയൊക്കെ ആ പരിധി വിട്ടിരിക്കുന്നു. വലിയ തോതിൽ സ്വർണ്ണക്കൊള്ളയാണ് ശബരിമല കേന്ദ്രീകരിച്ച് നടന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനേക്കാളൊക്കെ ഭയപ്പെടുത്തുന്ന പല വെളിപ്പെടുത്തലുകളും ഇപ്പോൾ പുറത്തു വരുന്നു. 1998 തുടങ്ങിയ മറ്റ് ചില കൊള്ളയുടെ കഥകൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞു. വിജയ് മല്യ അവിടെ 30 കിലോയിലധികം സ്വർണം ഉപയോഗിച്ചാണ് അയ്യപ്പ വിഗ്രഹവും ദ്വാരപാലക ശില്പങ്ങളും മേൽക്കൂരയും ഒക്കെ സ്വർണം പൊതിഞ്ഞത്. എപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു വാസ്തവത്തിലേക്ക് കടക്കുമ്പോൾ സ്വർണം പൂശിയതും പൊതിഞ്ഞതും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. അന്ന് വിജയ് മല്യ പറഞ്ഞത് സ്വർണം പൂശുകയല്ല, സ്വർണം പൊതിയുകയാണ് ചെയ്തത്. ദ്വാരപാലക ശില്പങ്ങളിൽ അന്നുണ്ടായിരുന്നത് ഒരു ചെമ്പ് കവചമാണ്. ആ ചെമ്പ് കവചത്തിന് മുകളിൽ സ്വർണ്ണ കവചം കൊണ്ട് ഒരു പ്രത്യേക പാളി ഉണ്ടാക്കുകയാണ് അന്ന് വിജയ് മല്യ ചെയ്തത്. വിജയ് മല്യ വലിയ കൊള്ളക്കാരനായിരുന്നു. അയാൾ പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ ഇപ്പോൾ അന്തംകമ്മികൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ സൈബർ കമ്മി കേന്ദ്രങ്ങളിൽ നിന്ന് ചില കമൻറ്റുകൾ വരുന്നുണ്ട്, ചില നേതാക്കളും പറയുന്നുണ്ട്. പക്ഷെ അതിനോട് നമുക്ക് ഒരു തരത്തിലും ഇപ്പോൾ യോജിക്കുക വയ്യ. കാരണം ദേവസ്വം ബോർഡിൻ്റെ രജിസ്റ്റർ വീണ്ടെടുത്തു. അതിൽ വിജയ് മല്യ അവിടെ ഉപയോഗിച്ച സ്വർണത്തിൻ്റെ കണക്കുണ്ട്. എന്നാൽ ആ കണക്ക് വേണ്ടത്ര ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം ചില കേന്ദ്രങ്ങൾ ഉയർത്തുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഒരു പ്രധാന പ്രശ്നം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചെറിയ മീനല്ല എന്നിടത്താണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വലിയ സ്വീകാര്യതയോടെ സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു വരുത്തി പോറ്റിക്കൊപ്പം നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ചിത്രം, പോറ്റിയുടെ മറുവശത്ത് നിൽക്കുന്നത് ഒരു പോലീസ് ഉന്നതൻ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അത്ര ചെറിയ ഒരാളായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, മുഖ്യമന്ത്രിയെ അടക്കം സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ഒരു സാധാരണ ഭക്തന് അത്ര സ്വാധീനമൊന്നും ചെലുത്താൻ കഴിയില്ല ശബരിമല സന്നിധാനത്ത്. ഇത് ശബരിമല സന്നിധാനത്ത് സ്വാധീനം ചെലുത്തുക മാത്രമല്ല, പലപ്പോഴും ഭഗവാന് ചാർത്തിയ തങ്ക അങ്കി വരെ ഊരിക്കൊണ്ടു പോകാനുള്ള ഒരു കരുത്ത് കാട്ടിയ വ്യക്തിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുഴുവൻ ജീവചരിത്രം മനസ്സിലാക്കുമ്പോൾ ഇയാൾ ഇത്ര ഭീകരനായിരുന്നു എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. കാരണം ബ്ലേഡ് കച്ചവടമടക്കം റിയൽ എസ്റ്റേറ്റ് അടക്കം എല്ലാ തൊഴിൽ മേഖലകളിലും ബിസിനസ് മേഖലകളിലുമൊക്കെ അയാളുടെ സാന്നിധ്യമുണ്ട്. ശബരിമലയെ തൻ്റെ തട്ടകമാക്കി പണം കൊള്ളയ്ക്ക് അയാൾ ഉപയോഗിക്കുന്നു. അത് വിവിധ തലങ്ങളിലാണ് അയാൾ ഉപയോഗിക്കുന്നത്. ഒന്ന്, അവിടെ നിന്ന് സ്വർണ്ണമടക്കമുള്ള വസ്തുക്കൾ കടത്തിക്കൊണ്ടു പോവുക മാത്രമല്ല, ഭഗവാനെ വിൽപ്പനയ്ക്ക് വെക്കുകയാണ് ഇയാൾ ചെയ്തത്. അവിടെ ശബരിമല സന്നിധാനത്ത് നിന്നുകൊണ്ട് അവിടുത്തെ പൂജകൾ, ആചാരങ്ങൾ അത് പച്ചയ്ക്ക് വിൽക്കുകയായിരുന്നു. അന്നദാനം പോലും അയാൾ വിൽപ്പന നടത്തുകയായിരുന്നു. നെയ്യഭിഷേകം ഇതെല്ലാം വിൽപ്പന നടത്തുകയായിരുന്നു. ഈ വിൽപ്പനയ്ക്ക് വേണ്ടി അയാൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ, പോലീസ് ഉന്നതരെയൊക്കെ ഉപയോഗപ്പെടുത്തി. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കുന്നത്, ഈ പോലീസ് ഉന്നതരും രാഷ്ട്രീയക്കാരുമൊക്കെ ഇത്ര വിഡ്ഢികളാണോ ഇയാളെ പോലെ ഒരു പച്ചയായ കച്ചവടക്കാരന് കൂട്ടുനിൽക്കാൻ? ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അത്ര വിഡ്ഢിയൊന്നുമല്ല, രാഷ്ട്രീയ നേതാക്കളൊന്നും അത്ര വിഡ്ഢികളല്ല. 2019 ശേഷം ദേവസ്വം ബോർഡിൻ്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അത്ര വിഡ്ഢിയൊന്നുമല്ല. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒട്ടും വിഡ്ഢിയല്ല. ദേവസ്വം ബോർഡ് അംഗങ്ങളൊക്കെ ബഹുമിടുക്കരാണ്. അപ്പോൾ ഇവിടെ വിഡ്ഢികളാക്കപ്പെട്ടത്
അയ്യപ്പ ഭക്തർ മാത്രമാണ്, മറ്റെല്ലാവരും ചേർന്ന ഒരു കോക്കസാണ് ഇതിന് പിന്നിൽ കളിച്ചത്. ഇപ്പം ജനൻ TV ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടേക്കുന്നു. ഈ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ അയ്യപ്പൻ്റെ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുവന്ന് പണിത് കൊണ്ടുവരാനുള്ള ഒരു കൊട്ടേഷൻ കൊടുത്തതിന്റെ പകർപ്പ് ഇപ്പോൾ ജനൻ TVക്ക് കിട്ടിയതായിട്ടാണ് ലേറ്റസ്റ്റ് വന്ന ഒരു വാർത്ത. അല്ല, അതിനകത്ത് ചെമ്പുപാളി എന്നല്ല, ഇത് പാളി കൊണ്ടുവന്ന് പൂശാൻ വേണ്ടിയിട്ട്, സ്വർണം പൂശാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് വേണ്ടി കൊടുത്തു എന്നുള്ളൊരു റിപ്പോർട്ട് ദേവസ്വം ബോർഡിൽ നിന്നുള്ള ഒരു പകർപ്പാണ് ഇപ്പോൾ ജനൻ TVക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അല്ല, ദേവസ്വം ബോർഡ് അറിയാതെ ഇത്തരം ഒരു സ്വർണ്ണ കവചമൊന്നും സാധാരണ ഒരാൾക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്. നമ്മൾ നടുങ്ങുന്നത് മറ്റൊരു വെളിപ്പെടുത്തലാണ്. ചെന്നൈയിലെ സ്മാർട്ട് ടെക്നോളജീസ് എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ സ്മാർട്ട് സൊല്യൂഷൻസ് അല്ലേ, കമ്പനിയുടെ അഭിഭാഷകൻ ഇപ്പോൾ വളരെ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ പുതിയ ചെമ്പ്, മുമ്പൊരിക്കലും സ്വർണം പൂശാത്ത അല്ലെ മറ്റേതെങ്കിലും തരത്തിൽ കലർപ്പ് കലരാത്ത ചെമ്പ് ഉൾപ്പെടെയുള്ള ലോഹങ്ങൾ, വളരെ ഫ്രഷ് ആയിട്ടുള്ള ലോഹങ്ങൾ മാത്രമേ ഇലക്ട്രോപ്ലേറ്റിങ്ങിന് സ്വർണം പൂശാനായി ഞങ്ങൾ അവിടെ സ്വീകരിക്കൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മാത്രവുമല്ല, 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ എത്തിച്ചത് വളരെ ശുദ്ധമായ ചെമ്പായിരുന്നു, പുതിയ ചെമ്പായിരുന്നു. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത് 1998 സ്വർണം പൊതിഞ്ഞു എന്ന് പറയുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ കവചവുമായാണ് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെത്തുന്നത്. അവിടെ കോറമംഗലത്തെ അയ്യപ്പ ക്ഷേത്രത്തിൽ ആ സ്വർണ്ണ കവചങ്ങൾ അദ്ദേഹം പ്രദർശനത്തിന് വയ്ക്കുന്നു. ആ ഫോട്ടോകൾ നമുക്ക് കാണാം. അതിൽ സ്വർണ്ണ നിറമാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾ 1998 ശേഷമുള്ള വിഷ്വലുകൾ പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ ഓരോ വർഷവും ആ ദ്വാരപാലക ശില്പങ്ങളുടെ നിറം അവർ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. അത് സ്വർണ്ണ വർണ്ണമാണ്. 98 മുൻപ് അതിന് ആ സ്വർണ്ണ നിറം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് സ്വർണ്ണ നിറം വന്നു. ആ സ്വർണ്ണ നിറം 2019 വരെ തുടരുകയാണ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ സ്വർണം അത്രയും അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. ഇതിന് മറ്റു ചില സാങ്കേതിക കാരണങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം ഇത് എക്സ്പോസ്ഡായി നിൽക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ സ്വർണം ബാഷ്പീകരിച്ചിരിക്കാം. എങ്കിൽ പോലും ഈ ചെമ്പ് തകിടിൽ അല്പമെങ്കിലും സ്വർണം ബാക്കി കാണില്ലേ? ആരൊക്കെ ഒരുപാട് ആളുകൾ ചുരണ്ടിയെടുത്താലും കുറച്ചെങ്കിലും ബാക്കി കാണുമല്ലോ. അപ്പോൾ ബംഗളൂരുവിൽ എത്തിച്ച ഈ ഒറിജിനൽ സ്വർണ്ണ കവചം അവിടെ വെച്ച് ഈ പ്രദർശനത്തിന് വെക്കുകയും അതിൻ്റെ പേരിൽ വലിയ പിരിവ് നടത്തുകയും ബംഗളൂരുവിലെ വ്യവസായികളെയും സമ്പന്നരെയും ഒക്കെ സ്വാധീനിക്കുകയും ചെയ്തതിന് ശേഷം ഇത് വിറ്റു, അല്ലെങ്കിൽ വിദേശത്തേക്ക് കടത്തി. അപ്പോൾ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ദ്വാരപാലക ശില്പങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണ കവചം കേരളം ഭയക്കേണ്ട ഒരു അട്ടിമറിക്ക് വിധേയമായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പിന്നീട് ഹൈദരാബാദിൽ നിന്ന് ഒരു കവചമെത്തിയ കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു. എന്തായാലും ഒരു പുതിയ കവചവുമായി പോറ്റി നേരെ ചെന്നൈയിലേക്ക്. ആ പുതിയ കവചം ചെന്നൈയിലെത്തിക്കുന്നു. അതിൽ മേലാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തി സ്വർണം പൂശി ഏകദേശം 390 ഗ്രാമും കണ്ടാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു വോളിയം തിരികെ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നു. 4 കിലോ അപ്പോഴും കുറവ്. അപ്പോൾ ഒന്നുകിൽ ഹൈദരാബാദിൽ നിന്ന് എത്തിച്ച ഈ ഡ്യൂപ്ലിക്കേറ്റ് പാളിക്ക് തൂക്കം കുറവായിരിക്കും. പണിത ഒരു വ്യക്തി, ഒരാൾ പറയുന്നത് ഇത്തരത്തിൽ അങ്ങനെ ഇത് കിലോ കുറച്ച് പണിയാൻ പറ്റത്തില്ല. ഒരു ശില്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ അളവും തൂക്കവും എല്ലാം പക്ക കറക്റ്റ്. അതെ, ലോഹം. അത് ഒരു പണിത് കഴിയുമ്പോൾ അതിന്റെ തൂക്കം പിന്നീട് കുറയത്തില്ല. അതിനകത്ത് പൂശുമ്പോഴാണെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസം, അഥവാ നേരിയ വ്യത്യാസമുണ്ട്. രജിസ്റ്ററിൽ പറയുന്ന തൂക്കത്തേക്കാൾ 4 കിലോ കുറവ്. അപ്പം ഇദ്ദേഹം പറയുന്നത് 101% ഞാൻ ഉറപ്പിച്ച് പറയുന്നു അത് പഴയ ഇതല്ല. അതെ എന്നുള്ളത് അദ്ദേഹവും കൂടി പറയും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ദ്വാരപാലക ശില്പങ്ങളുടെ കവചം അടിച്ചു മാറ്റി പുതിയ കവചം കൊണ്ടുപോയി അവിടെ കൊടുക്കുന്നു. ഈ കവചം സ്വർണം പൂശാൻ നിരവധി സ്പോൺസർമാരെ കണ്ടെത്തുന്നു. അതിലൊക്കെ വലിയ തട്ടിപ്പ് നടത്തുന്നു. ശബരിമലയിലെ ഓരോ കച്ചവടത്തിലും വലിയ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന കച്ചവടവും തട്ടിപ്പൊക്കെ നടത്തുന്നു. ഇതൊരിക്കലും ദേവസ്വം ബോർഡിനോ ദേവസ്വം മന്ത്രിക്കോ അറിയാതെ ഒരാൾക്ക് അവിടെ ഇത്തരം തട്ടിപ്പുകൾ നടത്താൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചെറിയ മീനല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലൊരു ഭീകരൻ വളരെ കൂളായി ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റിൽ വന്നിറങ്ങി മാധ്യമങ്ങളെ കണ്ട് ആഘോഷമായി കാരറ്റിലെ വീട്ടിൽ ചെന്ന് അയൽക്കാരോടൊക്കെ സംസാരിച്ച് വളരെ ആഡംബരമായി അവിടെ 2 ദിവസം നിൽക്കണമെങ്കിൽ ഒരു രാഷ്ട്രീയ ഉപരിമണ്ഡലത്തിൻ്റെ ഒരു സംരക്ഷണം കിട്ടുന്നുണ്ട്. ശനിയാഴ്ച ദേവസ്വം വിജിലൻസിൻ്റെ മുൻപാകെ ചെല്ലുമ്പോൾ എന്തൊക്കെ പറയണം എന്ന് പോലും അദ്ദേഹത്തെ കൃത്യമായി പഠിപ്പിക്കാനായിരിക്കാം ഈ 2 ദിവസം മുൻപ് തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ചിലതൊക്കെ പറഞ്ഞാൽ ഈ സർക്കാരിനെ അത് വല്ലാണ്ട് ബാധിക്കുമെന്ന് ഭയക്കുന്നൊരു വലിയ വിഭാഗം ഇവിടെ ഉണ്ടാകാം.
ഇതിനൊക്കെ അപ്പുറത്ത് 2019 നമ്മുടെ ആ മനസ്സൊന്ന് മാറ്റി ചിന്തിക്കുമ്പോൾ 2019 അന്ന് വിശ്വാസികൾ ഹൈന്ദവ സമുദായം വലിയ തോതിൽ LDFനെതിരെ നിന്ന ഒരു കാലഘട്ടമാണ്. അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയത് ശബരിമല വിശ്വാസ സമരത്തിൻ്റെ പേരിലാണ്. പിന്നീട് 2021 ഇതേ പിണറായി വിജയൻ സർക്കാർ മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു. ഹൈന്ദവ വോട്ടുകളുടെ കുറവ് മനസ്സിലാക്കി മുസ്ലിം ക്രിസ്ത്യൻ ഏകീകരണത്തിനാണ് അന്ന് ശ്രമങ്ങൾ നടത്തിയത്. അത് വിജയിക്കുകയും ചെയ്തു. എന്നാൽ 2026 എത്തി നിൽക്കുമ്പോൾ അതേ വിശ്വാസികളാണിപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്ന ഈ സർക്കാരിൽ, ഈ ദേവസ്വം മന്ത്രിയിൽ, ഈ മുഖ്യമന്ത്രിയിൽ. അതേ വിശ്വാസ സമൂഹത്തെ തൃപ്തിപ്പെടുത്താനായിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്ന ഒരു വലിയ തട്ടിപ്പ് അവിടെ നടത്താൻ ശ്രമിച്ചത്. അതും പൊളിഞ്ഞു. അപ്പോൾ അയ്യപ്പൻ ഇപ്പോൾ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു. അയ്യപ്പൻ്റെ ചുറ്റുവട്ടം നടക്കുന്ന ആ കൊള്ളയ്ക്കെതിരെ അയ്യപ്പൻ തന്നെയാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഒരു സുപ്രഭാതത്തിൽ പീഠങ്ങൾ കാണാനില്ല എന്ന് സ്വയം വിളിച്ചു പറയുന്നത്. അതൊരു പക്ഷേ അയ്യപ്പൻ പറയിപ്പിച്ചതാവാം. എന്താണെന്നുള്ള അറിയില്ല. കാരണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കുഴി വെട്ടുന്ന തരത്തിലേക്ക് പോയി. അതിലെന്തെങ്കിലും മറ്റെന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളതും അറിയില്ല. എന്തായാലും ഇന്ന് 1-2 മാധ്യമങ്ങൾ അദ്ദേഹം നൽകിയ ബജറ്റ് ഞാൻ എന്തായാലും എൻ്റെ സത്യം തെളിയിക്കുമെന്നുള്ളതാണ്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നമുക്കറിയാം. പക്ഷേ അതിനു മുന്നേ ഇപ്പോൾ ME ഗോവിന്ദൻ്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ ME ഗോവിന്ദൻ പറഞ്ഞത് തീർച്ചയായിട്ടും ആരാണെങ്കിലും, ഇപ്പോൾ CBI ആണെങ്കിലും ക്രൈംബ്രാഞ്ച് ആരാണെങ്കിലും അന്വേഷണം നടത്തിയത് കൃത്യമായിട്ട് തെളിയിക്കട്ടെ എന്നൊരു കോൺഫിഡൻസോട് കൂടിയാണ് ME ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ME ഗോവിന്ദന് കോൺഫിഡൻസ് കാണും. കാരണം ME ഗോവിന്ദൻ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിട്ട് കുറച്ചു കാലമായതുള്ളൂ. കോടിയേരി ബാലകൃഷ്ണന് ശേഷമാണല്ലോ ME ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നത്. 2020 ശേഷം വലിയ തട്ടിപ്പുകൾ ശബരിമലയിൽ നടന്നു എന്ന് നമുക്കറിയില്ല. കാരണം പിന്നീട് 2022 23 ഒക്കെ ഈ കവചങ്ങൾ വീണ്ടും പൊളിച്ചുകൊണ്ട് പോകാൻ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചിരുന്നു എന്ന വാർത്തകൾ. അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? ദേവസ്വം ബോർഡുമായിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥനാണോ, അതോ മേൽശാന്തിയാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണോ, മന്ത്രിതലത്തിൽ വ്യക്തിയാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേക ചുമതല എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, സർക്കാർ എന്തെങ്കിലും ചുമതല ഉണ്ടോ? ഇതൊന്നുമില്ലാത്ത ഒരു കോമൺ ആയിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെ ശബരിമലയുടെ അയ്യപ്പനെ സ്വന്തമാക്കുന്ന തരത്തിലല്ലേ? അതെ, അയാൾ വളരെ തന്ത്രശാലിയായ ഒരു കച്ചവടക്കാരന്, ഒരു തട്ടിപ്പുകാരനാണ്. കാരണം സ്വന്തം പിതാവ് ഒരു ശാന്തിക്കാരനായിരുന്നു അമ്പലത്തിലെ. അപ്പോൾ അദ്ദേഹത്തിന് സഹായിയായി നിന്ന് ഈ അമ്പലത്തിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ ഇയാൾ പഠിച്ചെടുത്തു. ശാന്തിവേലയും പഠിച്ചെടുത്തു. അങ്ങനെയാണ് 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ ബംഗളൂരുവിലേക്ക് വെച്ച് പഠിപ്പിക്കുന്നത്. അവിടെ കോറമംഗലത്തെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ സഹായിയായിട്ടാണ്, ശാന്തിക്കാരൻ്റെ സഹായിയായിട്ട് കൂടുന്നു. പക്ഷെ അയാൾ വളരെ തന്ത്രശാലിയാണ്. അതുകൊണ്ടാണ് അവിടെ ഈ കോറമംഗലത്തെ ആ അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരുപാട് ഭക്തജനങ്ങൾ എത്തുന്നു, പ്രത്യേകിച്ച് സമ്പന്നർ, വ്യവസായികൾ. അയ്യപ്പ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ബംഗളൂരു, ചെന്നൈ പോലുള്ള നഗരങ്ങളിൽ അവർക്കൊക്കെ ശബരിമല അയ്യപ്പനോട് വലിയ ഭക്തിയും ബഹുമാനവും വിശ്വാസവുമുണ്ട്. അപ്പോൾ ശബരിമലയിൽ വരാത്ത സമയങ്ങളിലൊക്കെ അവരുടെ നഗരത്തിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നൊരു പതിവുണ്ട്. അങ്ങനെ കോറമംഗലത്തെ ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തുന്ന ഈ ധനികരുമായി ഇയാൾ വലിയ ബന്ധം പുലർത്തുന്നു. പക്ഷേ 2014 ക്ഷേത്ര ഭാരവാഹികൾ തന്നെ ഇയാളെ പുറത്താക്കുമ്പോൾ ഇയാൾക്ക് ഒരു കാര്യത്തിൽ വളരെ കണിശമായ ഒരു കണക്കൂട്ടലുണ്ട്. കാരണം ആ സമ്പന്നരുടെ ഏറ്റവും വലിയ വിശ്വാസം ശബരിമല അയ്യപ്പനാണ്. നേരെ ശബരിമലയിലേക്ക് വരുന്ന ഒരു ഭക്തനായി. എന്നാൽ ശാന്തി വർക്കൊക്കെ അറിയാമല്ലോ, ശാന്തി ജോലിയൊക്കെ അറിയാം. അങ്ങനെ നേരെ ശബരിമലയിലെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ തന്ത്രിയുമായി പരിചയത്തിലാകുന്നു. അവിടെയുള്ള ക്ഷേത്രം അധികൃതരുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നു. അങ്ങനെ ക്രമേണ ബംഗളൂരുവിൽ നിന്ന് വലിയ വലിയ പണക്കാർ ഇവിടെ എത്തുമ്പോൾ അവരുടെ ഒരു സഹായിയായി കൂടി. അപ്പോൾ വലിയ പണക്കാർ ബംഗളൂരുവിൽ നിന്ന്, കർണാടകയിൽ നിന്ന് എത്തുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും വലിയ സന്തോഷമാണ്. കാരണം തിരിച്ച് ബംഗളൂരുവിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഇവരെ വിശ്വാസത്തിലെടുത്ത് 2019 കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും ഇയാൾ സ്പോൺസർ എന്നുള്ളൊരു വേഷം കിട്ടുന്നു. അങ്ങനെ അവിടെ എന്താവശ്യമുണ്ടെങ്കിലും ശബരിമലയ്ക്ക്, എന്തിനേറെ നമ്മൾ കാണുന്നതാണ് ശബരിമലയിലെ പോലീസിന് ആംബുലൻസ് വരെ മേടിച്ചു കൊടുത്തു ഭീമയെ ഉപയോഗിച്ച്. അപ്പോൾ വിവിധ വ്യവസായികളിൽ നിന്ന് സ്പോൺസർഷിപ്പ് തുക കളക്ട് ചെയ്ത് സ്വർണം പൂശുക, പീഠം വാങ്ങുക, അങ്ങനെ വിവിധ തലങ്ങളിലേക്ക് കടന്നു. അപ്പോൾ അതിനൊപ്പം ഈ ദേവസ്വം ബോർഡ് മന്ത്രി, കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കളൊപ്പം അണിചേർന്നു. അപ്പോൾ ഇയാൾ വളരെ ഫലപ്രദമായി തന്നെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നു. ഈ പണം റിയൽ എസ്റ്റേറ്റിലൊക്കെ ഉപയോഗിക്കുന്നു. എല്ലാവരുമായിട്ടും വലിയ ബന്ധം. അങ്ങനെയാണല്ലോ നടൻ ജയറാമിനെ അടക്കം കുപ്പിയിലാക്കിയത്.
ചെന്നൈയിൽ വെച്ചൊരു കട്ടിളയും വാതിൽപ്പടിയും ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാക്ടറിയിലേക്ക് ജയറാമിനെ വിളിച്ചു വരുത്തി ഞാൻ സ്വപ്നത്തിൽ കണ്ടു. എന്നോട് അവിടെ എനിക്കൊരു വൈരുദ്ധ്യം തോന്നി. ജയറാം ആദ്യം പറയുന്നത് ഇദ്ദേഹത്തിന് 2019 കോവിഡിന് 6 മാസം മുന്നേ കണ്ടു, അങ്ങനെയാണ് സ്വപ്നത്തിൽ ഇങ്ങനെ ജയറാം തന്നെ പൂജ ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ ജയറാം അയ്യപ്പൻ്റെ ഇതല്ലേ, ഭക്തനല്ലേ, പോയി. പക്ഷെ പിന്നീട് പറയുന്നു ഇതിന് മുന്നേയും സ്വർണ്ണ വാതിലുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പൂജയ്ക്ക് എന്നെ ക്ഷണിച്ചു. അത് എന്നു ചോദിക്കുമ്പോൾ അത് കുറേ വർഷം മുമ്പാണ്. അവിടെ എനിക്കൊരു വൈരുദ്ധ്യം തോന്നുന്നുണ്ട്. അതൊക്കെ ശരിയായിരിക്കും. കാരണം ഒരു തട്ടിപ്പുകാരനെ സംബന്ധിച്ച് ഇവരൊക്കെ ആയിട്ടൊരു ബന്ധം പുലർത്തും. കാരണം ജയറാം ശബരിമല ഭക്തനാണ്. ശബരിമല ഭക്തരെ വിശ്വാസത്തിലെടുക്കുക. കാരണം ജയറാം പറയുന്നുണ്ട് മണ്ഡലകാലത്തിലൊക്കെ ശബരിമല അവിടെ സന്നിധാനത്ത് എത്തുമ്പോൾ അവിടെ ഇയാളുടെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. ബംഗളൂരുവിലെ വലിയ വ്യവസായികൾക്കൊപ്പം സമ്പന്നർക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാൻ കഴിയുമെന്ന് ജയറാം പറയുന്നുണ്ട്. അപ്പോൾ ജയറാമിനെ അടക്കം ഇയാൾ സ്വാധീനിച്ചു. ഇത്തരം തട്ടിപ്പുകൾക്ക് നമ്മൾ ആ മോൻസൺ മാവുങ്കൽ കേസിൽ കണ്ടതാണ്. പോലീസ് ഉന്നതർ, രാഷ്ട്രീയ നേതാക്കൾ, സിനിമാക്കാർ, അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ ശ്രേണിയിലുള്ള വളരെ പ്രമുഖരുടെ ഒരു കൂട്ട് വേണം. ഈ കൂട്ടുകെട്ടും ഈ ഫോട്ടോകളും അവരുമായിട്ടുള്ള ബന്ധവുമൊക്കെ ഉപയോഗപ്പെടുത്തിയാണ് സമ്പന്നരെ വീഴിക്കുന്നത്. സമ്പന്നരെ വീഴിക്കുക എന്നുള്ളതാണ് ആത്യന്തിക ലക്ഷ്യം. അവരുടെ നിന്ന് വേണം പണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഇതിന് വേണ്ട കരുക്കളാണ്. അപ്പോൾ ജയറാമിനെ പോലും ഇയാൾ കരുവാക്കി. ജയറാമിനെ, ഗായകൻ വീരമണിയെ. അല്ല, ഇതൊക്കെ അന്നൊക്കെ മാധ്യമങ്ങളിൽ വന്നതാണ്. സ്വർണ്ണപ്പാളി ഇതൊക്കെ ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിൽ ജയറാമിന്റെ? ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് മാത്രമേ. ഒരു ഹൈന്ദവ വിശ്വാസമൊക്കെ അനുസരിച്ച് ഇത്തരത്തിലുള്ള ശ്രീകോവിലിൽ ഇരിക്കുന്ന ചില സാധനങ്ങൾ ഒരിക്കലും ഓരോ വീടുകളിലേക്ക് കൊണ്ടുപോകില്ല. അത്രയ്ക്ക് ആചാര ലംഘനം. വാതിൽപ്പടിയും കട്ടലയും അന്ന് ആ ഫാക്ടറിയില്ല, അവര് തയ്യാറാക്കിയ ഫാക്ടറിയുടെ ഓഫീസ് റൂമിന്റെ സൈഡിൽ വെച്ചാണ് പൂജ നടത്തിയത്. പക്ഷേ ദ്വാരപാലക ശില്പങ്ങളുടെ കവചം ബംഗളൂരുവിലെ ചില വീടുകളിലൊക്കെ പൊതുദർശനത്തിന് പാടില്ല. കാരണം ഒരു ശ്രീകോവിലിനുണ്ടാവുന്ന ആ ഒരു എന്താ പറയുന്ന ശുദ്ധി എന്ന് പറയുന്ന ഒരു അത് സ്ത്രീകളുള്ള ഈ പറയുന്ന വീടുകളിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ശബരിമല അയ്യപ്പ സന്നിധാനം മൊത്തമായും ചില്ലറയായും കച്ചവടം ചെയ്തു എന്നതിൽ ഒരു വ്യത്യാസവുമില്ല. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിജയിച്ചു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം നൽകിയത് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും പോലീസ് ഉന്നതരുമൊക്കെയാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി ഇത് കൃത്യമായി തെളിയിക്കപ്പെടുമോ അത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഒരു സംശയം. തീർച്ചയായിട്ടും സാർ, ഇതിൻ്റെ ഒരു അവസാന ഘട്ടം എന്തായിരിക്കുമെന്നുള്ളത് അറിയില്ല. ഏതൊക്കെ മന്ത്രിമാരുണ്ട്, ഏതൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്, ഏതൊക്കെ ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും എല്ലാവരും ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവരും. പക്ഷേ ഇവരൊക്കെ ഈ ഒരു സംഭവം അറിഞ്ഞിട്ട് മിണ്ടാതിരുന്ന് സ്വയം മാധ്യമങ്ങളൊക്കെ കണ്ടെത്തിയപ്പോഴാണ് ജയറാം ഉൾപ്പെടെയുള്ളവർ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സ്വമേധയെ ആരൊക്കെ വരുന്നു എന്നുള്ളത് കാത്തിരിക്കാം. ഏതായാലും നമ്മളെപ്പോഴും പറയും പത്മനാഭ അങ്ങേ തന്നെ കാത്തോളണേ. ഇപ്പോൾ അയ്യപ്പനോടും പറയാനുള്ള ഉദ്ദേശമുള്ളൂ വിശ്വാസികൾക്ക്. അയ്യപ്പ അങ്ങ് തന്നെ അങ്ങേ കാത്തോളണേ. ഇനി അങ്ങ് അവിടെ ശരിക്കും ഉണ്ടോ എന്നുള്ളത്, അങ്ങയുടെ ശക്തി കാണും, പക്ഷെ അങ്ങയുടെ വിഗ്രഹം ഏത് തരത്തിലാണ് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും വിശ്വാസികൾക്കെതിരെ, വിശ്വാസികളുടെ നെഞ്ചിൽ തറയ്ക്കുന്ന ചില കാര്യങ്ങളാണ് ശബരിമലയിൽ. ഏറ്റുമാനൂർ അമ്പലത്തിലെ വിഗ്രഹം എന്നൊരു ഏറ്റുമാനൂർ അമ്പലത്തിൽ നടന്നൊരു മോഷണം അന്ന് E.K. നായനാരുടെ കാലഘട്ടത്തിലായിരുന്നല്ലോ. അന്ന് നായനാർ നിയമസഭയിൽ പറഞ്ഞൊരു പ്രസ്താവന വലിയ വിവാദമായി. അത് ഭഗവാൻ എന്തിനാ പാറാവ് എന്നുള്ളൊരു പ്രസ്താവനയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പാറാവ് മാത്രമല്ല, അത് മറ്റേ സുധാകരൻ പറഞ്ഞതുപോലെ എന്താണ് രാഷ്ട്രീയമായിട്ടുള്ള ഒരു എന്തായിരുന്നു അതിന് ഉപരിമണ്ഡലം ആവശ്യമായിട്ട് അതെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അയ്യപ്പനെ തന്നെ കാക്കട്ടെ. തീർച്ചയായിട്ടും നന്ദി, നമസ്കാരം.